നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുവൈറ്റ് തീപിടുത്തം, പ്രത്യേകിച്ചും ഇന്ത്യക്കാർ, അതിലേറെ മലയാളികളെയാണ് ആശങ്കപ്പെടുത്തിയിരിക്കുന്നത്. കുവൈത്തിൽ തൊഴിലാളികളുടെ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 21 ഇന്ത്യക്കാരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതിൽ 11 പേരാകട്ടെ മലയാളികളുമാണ്. അവരുടെ പേരുവിവരങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായ കണക്കല്ല, വരും മണിക്കൂറുകളിൽ വിശദമായ വിവരം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മരിച്ച 40 പേരുടെ കൂട്ടത്തിലെ 21 പേരുടെ പേരുവിവരം മാത്രമേ ഇതുവരെ പുറത്തു വിട്ടിട്ടുമുള്ളൂ. അതിലൊരാൾ കൊല്ലം സ്വദേശിയാണെന്നുള്ള വിവരം ആദ്യമേ പുറത്തു വന്നു. കൊല്ലം പൂയപ്പള്ളി പയ്യക്കോട് സ്വദേശിയായ ഷമീറാണ് മരണപ്പെട്ടത്. നിലവിൽ കൊല്ലം ആലപ്പുഴ ജില്ലാ അതിർത്തിയിലെ വയ്യാങ്കരയിലാണ് താമസം. 46 ഇന്ത്യക്കാരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. അതിലെ പേര് വിവരം ഇങ്ങനെയാണ്: ഷിബു വർഗീസ്, തോമസ് ജോസഫ്, പ്രവീൺ മാധവ് സിംഗ്, ഷമീർ, ലൂക്കോസ് വടക്കോട്ട്, ഭൂനാഥ് റിച്ചാർഡ് റോയ്, ആനന്ദ, കേളു പൊന്മലേരി, സ്റ്റീഫൻ അബ്രഹാം സാബു, അനിൽഗിരി, മുഹമ്മദ് ഷെരീഫ്, സാജു വർഗീസ്, ദ്വാരികേഡ് പട്നായിക്, മുരളീധരൻ PV, വിശ്വാസ് കൃഷ്ണൻ, അരുൺ ബാബു, സാജൻ ജോർജ്, രഞ്ജിത്ത്, റെയ്മൺ കാഹോൽ, ജീസസ് ഒലിവറോസ്, ആകാശ് ശശിധരൻ നായർ, ഡെന്നി ബേബി, കരുണാകരൻ എന്നിവരാണ് മരണപ്പെട്ടത്. 46 ഇന്ത്യക്കാർക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് തെക്കൻ കുവൈത്തിലെ മംഗഫ് നഗരത്തിൽ മലയാളിയുടെ തന്നെ ഉടമസ്ഥയിലുള്ള ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായത്. മുഴുവൻ പേരും ഉറക്കത്തിലായിരുന്ന സമയത്തായിരുന്നു ഈ തീ ആളിപ്പടർന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 20ഓളം ഗ്യാസ് സിലിണ്ടറുകളാണ് ഈ കെട്ടിടത്തിനുള്ളിൽ അടുത്തടുത്തായി പൊട്ടിത്തെറിച്ചത്. ഇത് തന്നെയാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി, ഇതിൻ്റെ ആഴം ഇത്രയധികം വർദ്ധിപ്പിച്ചതും. ഇതിനിടയിൽ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ തിക്കും തിരക്കും സംഭവിച്ചും അപകടമുണ്ടായിട്ടുണ്ട്. മംഗഫ് ബ്ലോക്കിൽ 4-ലുള്ള NBTC കമ്പനിയിലെ 160-ലധികം ജീവനക്കാരാണ് ഈ കെട്ടിടത്തിൽ താമസിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 160-ലധികം പേർ ഇതിനകത്ത് താമസമുണ്ടായിരുന്നു. അതിൽ നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമായ ഒരു ചിത്രം ഇതുവരെയും ലഭിച്ചിട്ടില്ല. കൂടാതെ മലയാളി വ്യവസായിയായ KG എബ്രഹാമിൻ്റെ ഉടമസ്ഥയിലുള്ള കമ്പനിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ലേബർ ക്യാമ്പിലെ തന്നെ അടുക്കളയിൽ നിന്നാണ് ആദ്യം തീ പടർന്നത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് കടക്കുന്നത്. ഒരുപാട് പേർക്കാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 100ഓളം പേർക്ക് പരിക്ക് സംഭവിച്ചിരിക്കാമെന്നുള്ള അനുമാനത്തിലേക്കാണ് കടക്കുന്നത്. തീ ഉയർന്നു വന്നതോടെ രക്ഷപ്പെടാനായി ജനൽ വഴിയും മറ്റ് കവാനങ്ങൾ വഴിയുമൊക്കെ കെട്ടിടത്തിന് പുറത്തേക്ക് ചാടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ചാടി വളരെ ഗുരുതരമായി പരിക്ക് സംഭവിച്ച നിരവധി ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ ചികിത്സയിലാണ്. കുവൈറ്റ് മന്ത്രി അൽ യൂസഫും ഇന്ത്യൻ അംബാസഡറും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സഹവിദേശകാര്യമന്ത്രി നിലവിൽ കുവൈറ്റിലേക്ക് യാത്ര തിരിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കെട്ടിടത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ചുവെന്ന് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. 5 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും രക്ഷാപ്രവർത്തനത്തിനിടയിൽ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അൽദാൻ ആശുപത്രിയിൽ മാത്രം 30 ഇന്ത്യക്കാരാണ് ചികിത്സയിലുള്ളത്. അൽ കബീർ ആശുപത്രിയിൽ 11 പേരും ചികിത്സയിലുണ്ട്. 10 പേരെ ഇതിനോടകം തന്നെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഫർബാനി ആശുപത്രിയിൽ 6 പേരാണ് ചികിത്സയിലുള്ളത്. 4 പേരെ അതിൽ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. പരിക്ക് പറ്റിയവരിൽ ഭൂരിഭാഗം ആളുകളും ഇന്ത്യക്കാർ തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. എല്ലാവിധ സഹായ സഹകരണങ്ങളും ചികിത്സയും ഒക്കെ ഇവർക്ക് നൽകുമെന്ന് അംബാസഡർ വ്യക്തമാക്കിയിട്ടുണ്ട്. തീപിടിച്ച കെട്ടിടത്തിന്റെ ഉടമയെയും അതുപോലെ തന്നെ കാവൽക്കാരനെയും അറസ്റ്റ് ചെയ്യാനായി കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഹ് ഉത്തരവിട്ട് കഴിഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചിരിക്കാമെന്നുള്ള ആരോപണമാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത്. അങ്ങനെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ഇത്രയധികം പേരെ അവിടെ അനധികൃതമായി താമസിപ്പിച്ചിരിക്കുന്നത് എന്നും ആരോപണം ഉയരുന്നുണ്ട്. ഇതിൻ്റെ വ്യക്തമായ ചിത്രം നിലവിൽ പുറത്തു വരുന്നതേയുള്ളൂ.